പണ്ടൊക്കെ ഇടയ്ക്കെങ്കിലുമൊക്കെ ഷവർമ്മ കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഷവർമ്മ കഴിക്കണം എന്ന് പറയുമ്പോൾ തന്നെ വിഷം ചോദിച്ച പോലാണ് വീട്ടുകാർ നോക്കുന്നത്. യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉള്ളിടത്തോളം നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. എന്നാൽ പിന്നെ ഏതൊക്കെയോ റെസിപ്പീസ് നോക്കി ഹെൽത്തി ആയിട്ടുള്ളൊരു മയണൈസ് തന്നെ വെച്ച് ഷവർമ്മ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ദാ ബോയിൽഡ് എഗ്ഗ് വെച്ചൊരു മയണൈസ് അടിക്കാനുള്ള ശ്രമം നടത്തി നൈസായിട്ട് പാളിപ്പോയി. ഇനി നമ്മൾ ഇന്നലെ സാൻഡ്വിച്ചിനെടുത്ത അതേ പാലുകൊണ്ടുള്ള മയണൈസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിനും എടുക്കുന്നത്. അങ്ങനെ ഫ്രഷ് ടു ഹോമിൽ നിന്ന് ബോൺലെസ് ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്കത് മാരിനേറ്റ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസി ഞാൻ ഈ കാണിച്ചു തരുന്നത് പോലെ ആ ചിക്കനേലൊക്കെ ഒന്ന് പിടിച്ചിരിക്കുന്ന രീതിയിൽ അത്യാവശ്യം എന്താ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കുക നല്ലോണം എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ. എന്നിട്ട് മാറ്റി ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ഞാനിനി പച്ചക്കറിയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. പച്ചക്കറി ക്യാരറ്റ്, കുക്കുംബർ, ഒരു സവോള, ഇത്രയേ എടുക്കുന്നുള്ളൂ. പണ്ടൊക്കെ അമ്മയുടെ നിന്ന് നല്ല തല്ല് കിട്ടിക്കൊണ്ടിരുന്ന കാര്യമാണ് ഈ അരിയുന്നതിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്നത്. നമ്മൾ എത്ര തല്ലിയാലും നന്നാവാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ആ പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ഉണ്ടല്ലോ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ നമുക്കൊന്ന് സൺഫ്ലവർ ഓയിലിൽ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമ്മൾ മാറ്റി വെച്ച പച്ചക്കറിയിലേക്ക് കുറച്ച് നമ്മുടെ ഉപ്പിടുക, കുറച്ച് കുരുമുളക് പൊടി ഇടുക, കുറച്ച് ഒരു മുറി നാരങ്ങാ നീര് അത്രയും എടുത്തിട്ട് നല്ലോണം കൈ വെച്ചിട്ട് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കണേ. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഞാൻ ആക്രാന്തം കൊണ്ട് ചൂടോടെ കട്ട് ചെയ്തു. എന്നിട്ട് ആ ചിക്കനിലോട്ട് നമ്മുടെ വെജിറ്റബിൾസും നല്ലോണം മയണൈസ് ആഡ് ചെയ്യണം. ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ മയണൈസ് ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് കുബൂസ് എടുക്കുക, ഒന്ന് ചൂടാക്കുക. ഞാനിവിടെ പ്ലേറ്റ് ഷവർമ്മയാണ് ഉണ്ടാക്കുന്നത്. കുബൂസ് ഒരു സൈഡ് വെച്ചിട്ട് ആ ഒരു സൈഡിൽ നമ്മുടെ മയണൈസ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നല്ലോണം ഫില്ലിങ് വെക്കണം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് അടുത്ത കുബൂസും വെക്കുക. നമ്മുടെ പ്ലേറ്റ് ഷവർമ്മ റെഡി. ആ ഒരു സന്തോഷം കണ്ടോ? എൻ്റെ ദൈവമേ, എന്തൊരു ടേസ്റ്റ് ആയിരുന്നെന്നറിയോ? നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ഷവർമ്മയുടെ അതേ ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.